Friends, welcome to Commerce Bytes. Today we are going to present you a motivational video which was highly recommended for all the students and which was highly requested. എന്നോട് കുറേ അധികം സ്റ്റുഡൻസ് ഒരു മോട്ടിവേഷൻ വീഡിയോസ് ഇടണം എന്ന് പറഞ്ഞ് കുറേ സ്റ്റുഡൻസ് എന്നോട് റിക്വസ്റ്റ് ചെയ്തതിൻ്റെ ഒരു റിസൾട്ടായിട്ടാണ് ഞാനിപ്പോൾ ഒരു മോട്ടിവേഷൻ വീഡിയോ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഒരു മോട്ടിവേഷൻ വീഡിയോ നമ്മൾ കണ്ട് ഒരു 2 minutes 3 minutes അതിൻ്റെ ആ ഒരു മോട്ടിവേഷൻ അത്ര ദൂരം ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് മൈ ഡിയർ ഫ്രണ്ട്സ്, സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഞാൻ ഒരു സത്യം പറയാം. ഒരു മോട്ടിവേഷൻ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ മോട്ടിവേറ്റഡ് ആവാൻ വളരെ ചാൻസ് കുറവാണ്. നിങ്ങൾക്ക് വേണ്ടത് നമ്മുടെ സ്വന്തം മനസ്സിൽ നിന്ന് തന്നെ തോന്നണം, എനിക്ക് പാസ്സാവണം, എനിക്ക് ഒരു ഫ്യൂച്ചർ ടീച്ചർ ആവണം, എനിക്കൊരു നല്ല നിലയിലെത്തണം, എനിക്ക് അച്ചീവ് ചെയ്യണം, എൻ്റെ ഗോൾ അച്ചീവ് ചെയ്യണം, എൻ്റെ ടാർഗറ്റ് അച്ചീവ് ചെയ്യണം എന്ന് നമ്മളുടെ മൈൻഡിൽ തന്നെ നമ്മൾ ഉറപ്പിച്ച് നല്ല ഉറപ്പുള്ള ഒരു വിശ്വാസം നമ്മൾക്ക് ഉണ്ടാവണം. ഈ എക്സാം ഞാൻ പാസ്സാവും, എനിക്ക് ഈ എക്സാം എന്തായാലും ക്രാക്ക് ചെയ്യണം എന്ന് മനസ്സിൽ നമ്മൾക്ക് ഒരു ഉറപ്പ് വേണം. നിങ്ങളുടെ മൈൻഡിനെ പറഞ്ഞു പഠിപ്പിക്കുക, ഈ എഴുതാൻ പോകുന്ന ഈ എക്സാം നിങ്ങളുടെ ലൈഫിൽ തന്നെ ലാസ്റ്റ് എക്സാം ആണ്. ഇനി ഇതുപോലെ ഒരു ഓപ്ഷൻ, ഇതുപോലെ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്കില്ല. സോ അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ഇല്ല എന്ന് വിചാരിച്ചിട്ട് മാത്രം നിങ്ങൾ എക്സാം എഴുതാൻ പാടുള്ളൂ. ഈ ഒരു എക്സാം എന്ന് പറയുന്നത് പ്ലാൻ എ, ഈ ഒരു പ്ലാൻ എ മാത്രമുള്ളൂ, നോ പ്ലാൻ ബി. അങ്ങനെ ഒരു ഓപ്ഷൻ നിങ്ങൾ ചിന്തിക്കരുത്. സോ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഞാൻ ഈ എഴുതാൻ പോകുന്ന കേരള എക്സാം ജൂൺ 2021 എൻ്റെ ലൈഫിൽ തന്നെ ലാസ്റ്റ് എക്സാം ആയിരിക്കും. അതുപോലെ തന്നെ ഞാൻ ഈ എക്സാമിന് പാസ്സായിരിക്കും എന്ന് മൈൻഡിൽ ഇപ്പോഴേ കുറിച്ചിട്ടോ നിങ്ങൾ പാസ്സായിരിക്കും. എപ്പോഴും നമ്മൾ നല്ലത് മാത്രം ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്കും നല്ലത് മാത്രം നടക്കുകയുള്ളൂ. ഫോർ ഷുവർ എൻ്റെ ലൈഫിൽ നിന്ന് എനിക്ക് കിട്ടിയ ഒരു ലെസണാണത്. നമ്മൾ നല്ലത് മാത്രം ചിന്തിക്കുക, എനിക്ക് നല്ലത് മാത്രം സംഭവിക്കുകയുള്ളൂ എന്ന് മനസ്സിലുറപ്പിച്ചോ, നിങ്ങൾക്ക് അത് മാത്രം നടക്കുകയുള്ളൂ, അത് അങ്ങനെ മാത്രം സംഭവിക്കുകയുള്ളൂ. ടേക്ക് ഇറ്റ് ഫോർ ഗ്രാൻഡഡ്. ഞാൻ നിങ്ങളോട് ഉറപ്പിച്ചു പറയുന്നു, നിങ്ങൾ നല്ലത് മാത്രം ചിന്തിക്കുക, നല്ലത് മാത്രം നടക്കുകയുള്ളൂ. ഉറപ്പ് ഉറപ്പ് ഉറപ്പ്. ഒരു കാര്യം മനസ്സിലൊന്ന് ഓർത്താൽ മതി, ഇപ്പോൾ ഞാൻ ഈ ഒരു സെറ്റിൻ്റെ എക്സാം ഞാൻ ക്ലിയർ ചെയ്തില്ല എങ്കിൽ എൻ്റെ ആ ഒരു റിസൾട്ട് നോക്കുന്ന ആ ഒരു മൊമെൻറ്റ്, ഞാൻ അനുഭവിക്കുന്ന വിഷമം, അത് മാത്രം ചിന്തിച്ചിട്ട് നിങ്ങൾ ഇപ്പോൾ പഠിക്കാനിരുന്നോ, നിങ്ങൾ അങ്ങോട്ട് പഠിച്ചിരിക്കും. അത് എൻ്റെ വാക്ക്. So this is your motivation video to crack your Kerala exam June 2021. ഇനി എന്നോട് കുറേ സ്റ്റുഡൻസ് ചോദിച്ചിരുന്നത്, മാം ഒരു എക്സാം അറ്റൻഡ് ചെയ്യാൻ പോകുമ്പോൾ വാട്ട് ഈസ് യുവർ സ്ട്രാറ്റജി? ഞാൻ എങ്ങനെയാണ് ഒരു എക്സാമിനെ അപ്രോച്ച് ചെയ്യുന്ന രീതി, അല്ലെങ്കിൽ എൻ്റെ സ്ട്രാറ്റജീസ് എന്തൊക്കെയാണ്? ഇതൊക്കെയാണ് എൻ്റെ സ്റ്റുഡൻസിന് വേറെ ഒരു ഡൗട്ടുള്ളത്, വേറെ ഒരു കാര്യം അറിയേണ്ടത്. സോ ഐ ആം ഗോയിങ് ടു ഷെയർ എൻ്റെ സ്ട്രാറ്റജീസ് എന്താണ്, ഞാൻ ഫോളോ ചെയ്യുന്ന ടെക്നിക്ക് എന്താണ്, ഞാൻ ഫോളോ ചെയ്യുന്ന ടിപ്പും ട്രിക്സും എന്തൊക്കെയാണ് എന്നതാണ് ഞാൻ ഇപ്പോൾ ഡിസ്ക്ലോസ് ചെയ്യാൻ പോകുന്നത്. അണ്ടർസ്റ്റാൻഡ്? സോ ഇത് ഞാൻ ഫോളോ ചെയ്യുന്ന എൻ്റെ ടെക്നിക്കാണ്. കേൾക്കുമ്പോൾ ചിലപ്പോൾ തമാശയായിട്ടും കോമഡിയായിട്ടും തോന്നാം, പക്ഷേ ഞാൻ നിങ്ങളോട് പറയുന്നു, ഈ ടിപ്സ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ, ഇതുപോലെ തന്നെ നിങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ, യു ക്യാൻ ക്രാക്ക് എനി കോമ്പറ്റേറ്റീവ് എക്സാം. ഏത് എക്സാം ആണോ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നത്, എന്തുമായിക്കോട്ടെ, യു ക്യാൻ ഈസിലി ക്രാക്ക് ദിസ് എക്സാം ഇഫ് യു പീപ്പിൾ ആർ ഫോളോയിങ് ദിസ് ടെക്നിക്. ഇത് എൻ്റെ വാക്കാണ്. ഓക്കെ. സോ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഞാൻ ഒരു A4 ഷീറ്റ് പേപ്പർ എടുക്കും. അതിനുള്ളിൽ ഒരു വിഷൻ ബോർഡ് ക്രിയേറ്റ് ചെയ്യും. A4 ഷീറ്റ് പേപ്പർ തന്നെ വേണമെന്ന് നിർബന്ധം ഞാൻ പറയില്ല. നിങ്ങൾക്കൊരു ചാർട്ട് പേപ്പറോ ഇല്ലെങ്കിൽ ഒരു അത്യാവശ്യം നല്ല ഒരു പേപ്പർ എടുക്കുക. ആ പേപ്പറിൻ്റെ ഉള്ളിൽ ഫസ്റ്റ് തന്നെ വിഷൻ ബോർഡ് എന്ന് എഴുതുക. ഞാൻ നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ, ഞാൻ ക്രിയേറ്റ് ചെയ്തതാണ് ഇത്, ഒരു വീഡിയോയ്ക്ക് വേണ്ടി ക്രിയേറ്റ് ചെയ്തതല്ല. ഞാൻ എൻ്റെ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്ത ഒരു വിഷൻ ബോർഡും അങ്ങനെയുള്ള കുറച്ച് ഡീറ്റെയിൽസാണ്. അത് ഞാൻ ഇവിടെ സ്ക്രീൻഷോട്ട് ഇടാം. യു പീപ്പിൾ ക്യാൻ റെഫർ ഇറ്റ് ജസ്റ്റ് ഫോർ ആൻ എക്സാമ്പിൾ. അണ്ടർസ്റ്റുഡ്? സോ ഒരു വിഷൻ ബോർഡ് ഞാൻ ആദ്യം ക്രിയേറ്റ് ചെയ്യും. ആ ഒരു വിഷൻ ബോർഡിൽ ഞാൻ എവിടെ എത്തണം എന്നുള്ള ഒരു സെൻറ്റൻസ് അല്ലെങ്കിൽ ഒരു ഫ്രേസ് ഞാൻ ആദ്യം നോട്ട് ചെയ്തിട്ടുണ്ട്. എൻ്റെ ഒരു താല്പര്യം, വൺ ഡേ ഐ വിൽ ബി അറ്റ് ദ പ്ലേസ് ഓഫ് എ പ്രൊഫസർ ഇൻ എ കോളേജ് ദാറ്റ് ഐ വിഷ് ഐ ഓൾവേസ് വാണ്ടഡ് ടു ബി. ഇത് എൻ്റെ സെൻറ്റൻസാണ്, ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ്.
ഇതാണ് എൻ്റെ ആഗ്രഹം, ഇതാണ് എൻ്റെ ഏറ്റവും വലിയ ഒരു ലൈഫ് ഗോൾ എന്ന് പറയുന്നത്. ദ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഗോളാണ്, ടു ബിക്കം എ പ്രൊഫസർ. നെക്സ്റ്റ് ദ എയിം. എൻ്റെ എയിം ടു ക്രാക്ക് നെറ്റ് എക്സാം. എൻ്റെ നെറ്റ് എക്സാം ക്രാക്ക് ചെയ്യലാണ് എൻ്റെ ഇപ്പോഴത്തെ മെയിൻ ആയിട്ടുള്ള എയിം. ദ നെക്സ്റ്റ് വൺ സ്ട്രാറ്റജി. ഇനി എൻ്റെ സ്ട്രാറ്റജീസ് എന്തൊക്കെയാണ്, അതിന് വേണ്ട സ്ട്രാറ്റജീസ്. അതിൽ ഫസ്റ്റ് വൺ, ഡു നോട്ട് വേസ്റ്റ് ടൈം. ഇത് എന്നെ തന്നെ ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ വിഷൻ ബോണ്ട്. ഓക്കെ, അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. ഡു നോട്ട് വേസ്റ്റ് ടൈം, പ്രാക്ടീസ്, സ്റ്റഡി, റിവൈസ്, റിപ്പീറ്റ്. പ്രാക്ടീസ് ചെയ്യുക, പഠിക്കുക, റിവിഷൻ നടത്തുക, അതുപോലെ തന്നെ വീണ്ടും ഈ പ്രോസസ്സ് തന്നെ റിപ്പീറ്റ് ചെയ്യുക. പിന്നെ നെക്സ്റ്റ് വൺ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഫ്ലുവൻ്റ് ആക്കുക, ഡെയിലി പ്രാക്ടീസ് ചെയ്യുക, ഡെഡിക്കേഷൻ വേണം, ഡിസിപ്ലിൻ വേണം. ഡെയിലി പ്രാക്ടീസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഡെയിലി പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത്. ഡെഡിക്കേഷൻ, ഞാൻ എന്തായാലും ഒരു ഡെഡിക്കേറ്റഡ് മൈൻഡ് ആയിരിക്കണം. അല്ലാതെ ആർക്കോ വേണ്ടി പഠിച്ചിട്ട് കാര്യമില്ല. ഞാൻ എനിക്ക് വേണ്ടിയാണ് പഠിക്കുന്നത്, ഇല്ലെങ്കിൽ എൻ്റെ ഫ്യൂച്ചറാണ് സ്പോയിലാവുന്നത് എന്ന് ഓർത്തിട്ട് വേണം ഞാൻ പഠിക്കാൻ. ദ നെക്സ്റ്റ് വൺ, ഡിസിപ്ലിൻ. ഒരു ടൈം ഞാൻ ഫിക്സ് ചെയ്തിട്ടുണ്ട്, ഇന്ന ടൈമിൽ ഞാൻ പഠിക്കാനിരിക്കും. 5 to 8 മോർണിംഗ് 5 to 8 ഞാൻ പഠിക്കാനിരിക്കുമെന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് അറ്റ് ദ ടൈം 5 o'clock ഞാൻ എന്തായാലും പഠിക്കാനിരിക്കണം. 8 o'clock ഞാൻ ആ പഠിക്കൽ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടാവണം. ഈവൻ ദോ ഇനി ഒറ്റ ടോപ്പിക്കുള്ളൂ അല്ലെങ്കിൽ ഒരു കുട്ടി ടോപ്പിക്കുള്ളൂ, എന്തായിക്കോട്ടെ 5 to 8 എന്ന് പറഞ്ഞാൽ 5 to 8 ആ ഒരു ടൈം പട്ടാള ചിട്ട എന്നൊക്കെ പറയില്ലേ, സെയിം അത് നമ്മൾ ഫോളോ ചെയ്തിരിക്കണം. ദ നെക്സ്റ്റ് വൺ, ബി ജെനുവിൻ. ഞാനിപ്പോൾ കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയുന്നുണ്ട്. ആ കാര്യങ്ങളിൽ എല്ലാത്തിനും നമ്മൾ ജെനുവിൻ ആയിരിക്കും, നമ്മൾ സ്ട്രെയിറ്റ് ആയിരിക്കണം. സത്യസന്ധത എന്തായാലും മസ്റ്റാണ്. ഏതൊരു എക്സാം പ്രിപ്പയർ ചെയ്യുമ്പോഴാണെങ്കിലും എപ്പോഴായിക്കോട്ടെ നമ്മളുടെ പേഴ്സണാലിറ്റിയിൽ സത്യസന്ധത ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ടു മൈ സ്റ്റുഡൻസ് അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട്സ് ആരുമായിക്കോട്ടെ, ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ആരും ആയിക്കോട്ടെ, ബി ജെനുവിൻ. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ലൈഫിൽ. ഓക്കെ, ദ നെക്സ്റ്റ് വൺ, think positively, good things will only happens to you all. That's it. ഞാൻ ഫസ്റ്റ് തന്നെ പറഞ്ഞത്, നമ്മൾ പോസിറ്റീവായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ലത് മാത്രം കിട്ടുള്ളൂ. സോ മൈ അൾട്ടിമേറ്റ് ഗോൾ ഹാസ് അച്ചീവ്ഡ്, നെറ്റ് ക്ലിയർഡ്. ഇത് എൻ്റെ ഒരു വിഷൻ ബോർഡാണ്. ഈ വിഷൻ ബോർഡ് ഞാൻ എൻ്റെ സ്റ്റഡി ടേബിളിൽ, ഞാൻ പഠിക്കാനിരിക്കുന്ന എൻ്റെ പ്ലേസിൽ ഞാനിത് പ്ലേസ് ചെയ്യും. ജസ്റ്റ് ഒന്ന് ഒട്ടിച്ച് വയ്ക്കുക. ചിലപ്പോൾ നിങ്ങളുടെ പാരൻസ്, അപ്പനോ അമ്മയോ ആരെങ്കിലും വന്ന് ചീത്ത പറയുമായിരിക്കും. പക്ഷെ എന്നാലും അവരോട് പറയുക, ഇത് എൻ്റെ വിഷൻ ബോർഡാണ്, എനിക്കിതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ തന്നെ സെൽഫ് മോട്ടിവേറ്റഡ് ആവും. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വിഷൻ ബോർഡ് ഇവിടെ പ്ലേസ് ചെയ്യുന്നത്. മനസ്സിലായോ? ദാറ്റ്സ് ഇറ്റ്. സോ വിഷൻ ബോർഡ് നമ്മൾ പ്ലേസ് ചെയ്തു. അതോടൊപ്പം വേറൊരു കാര്യം കൂടി ചിന്തിക്കുക. നമ്മളിപ്പോൾ മോട്ടിവേറ്റഡ് ആയി, അല്ലെങ്കിൽ എനിക്ക് പഠിക്കാൻ പറ്റുന്നില്ല, എൻ്റെ കോൺസെപ്റ്റ് അങ്ങനെ ഇങ്ങനെ, അല്ലെങ്കിൽ എനിക്കിപ്പോൾ ഒരു സിനിമ വന്നിട്ടുണ്ട്, ആ സിനിമ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്, ആ സിനിമ ഒന്ന് കാണണം, അതെനിക്ക് ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് തോന്നുമ്പോൾ ജസ്റ്റ് ഒന്ന് കണ്ണടച്ചിട്ട് ഒന്ന് ആലോചിക്കുക. നമ്മളുടെ മുന്നിൽ ഒരു 50 to 60 സ്റ്റുഡൻസ് ഇങ്ങനെ ഇരിക്കുന്നു. ആ സ്റ്റുഡൻസിന് നമ്മൾ ക്ലാസ് എടുക്കുന്നതായിട്ട് ഒന്ന് കണ്ണടച്ചൊന്ന് ആലോചിക്കുക. അതാണ് നമ്മളുടെ ഗോള്, അതിലേക്കാണ് നമ്മൾ അച്ചീവ് ചെയ്യേണ്ടത്. മൂവീസ് വരും പോകും. നമുക്ക് ഒരു ടീച്ചറായിട്ട് കേരള സെറ്റ് എക്സാം ക്രാക്ക് ചെയ്തിട്ടാണെങ്കിലും നമുക്ക് ആ മൂവി കാണാം, നോ പ്രോബ്ലം. ആരും അതിനെ എതിർത്ത് പറയില്ല. പക്ഷെ ഇപ്പോഴത്തെ നമ്മളുടെ അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത് നമ്മളുടെ കേരള സെറ്റ് എക്സാം ക്രാക്ക് ചെയ്യുക എന്നുള്ളതാണ്. സോ ബി ഫോക്കസ്ഡ്, അതിലേക്ക് മാത്രമായിരിക്കണം നമ്മളുടെ ഫോക്കസ്. മൂവീസ് കണ്ടു, നോ പ്രോബ്ലം, എനിക്ക് യാതൊരു വിഷയമില്ല. പക്ഷേ ഞാൻ പറയുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്തിട്ടുണ്ടാവണം. ദാറ്റ്സ് ഇറ്റ്, അത് മാത്രം മതി. ദ നെക്സ്റ്റ് വൺ, ഇനി വിഷൻ ബോർഡ് സെറ്റായി. ഇനി അടുത്തതെന്ന് പറയുന്നത് 60 days to go എന്ന് പറഞ്ഞ ഹെഡിങ്ങിൽ ഒരു ബോണ്ട് പേപ്പർ പിന്നെയും എടുക്കാം. അതിൻ്റെ ഉള്ളിൽ ഇപ്പോൾ നമ്മളുടെ മുന്നിലുള്ളത് മെയ്യും ജൂണാണ്. സോ അതിൻ്റെ നമ്പേഴ്സ് 1 to 30 or 31 അതുവരെ നമ്മൾ കണ്ടിന്യൂ ചെയ്ത് എഴുതി വെച്ച് കഴിഞ്ഞു. സോ നമ്മളുടെ മെയ്യും എഴുതി, ജൂണും എഴുതി. ഞാനിപ്പോൾ കാണിച്ചു തരുന്ന എക്സാമ്പിളിൻ്റെ പോലെ നിങ്ങൾ വേറെ പ്രിപ്പയർ ചെയ്യുന്നു. ഇനി അത് കഴിഞ്ഞിട്ട് അതിൻ്റെ തൊട്ട് താഴെ
നിങ്ങൾക്ക് പേപ്പർ 1 എന്ന് പറഞ്ഞ ഒരു സൈഡിലും പേപ്പർ 2 എന്ന് പറഞ്ഞ വേറെ സൈഡിലും എഴുതുക നിങ്ങളുടെ ടോപ്പിക്സ്. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഓപ്ഷണലാണ്. നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു പേപ്പർ എടുത്ത് എഴുതണമെങ്കിൽ അങ്ങനെ എഴുതാം. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ നമ്മളുടെ മെയിനായിട്ടുള്ള സംഭവങ്ങൾ, മെയിനായിട്ടുള്ള സിലബസ് നിങ്ങളൊന്ന് നോട്ട് ഡൗൺ ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ബിഗാക്കി നമ്മുടെ സ്കെച്ച് പെൻ വെച്ച് ഒന്ന് എഴുതി വെക്കുക. ജസ്റ്റ് ഒന്ന് നമ്മളുടെ ആ ഒരു അവയർനെസ്സിന് വേണ്ടി മാത്രം. ഇനി ദ നെക്സ്റ്റ് പേജ്, ദാറ്റ് ഈസ് സ്റ്റഡി ടൈം ട്രാക്കർ. ഓക്കെ, എൻ്റെ ഒരു അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത് ഡെയിലി ഒരു 10 hours ഓഫ് സ്റ്റഡി അല്ലെങ്കിൽ ഒരു 8 hours ഓഫ് സ്റ്റഡി. കാരണം എൻ്റെ എക്സാം എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആണ്, നിങ്ങളുടെ എക്സാം എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആണ്. അത് നമ്മളുടെ ഒരു കപ്പാസിറ്റി പോലെ. ഇപ്പം ഞാൻ കുറേ നേരം ഇരുന്ന് പഠിച്ചാലേ എനിക്ക് എക്സാമിന് ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് എനിക്കൊരു തോന്നലുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ വേണം ചെയ്യാൻ. അല്ല, എനിക്ക് ഇത്ര മണിക്കൂറിൻ്റെ സ്റ്റഡി മതി എന്ന് എൻ്റെ മനസ്സിൽ ഒരു തോന്നലുണ്ടെങ്കിൽ ഓക്കെ, ദാറ്റ്സ് ഫൈൻ. ഇപ്പോൾ 6 hours മതി എന്ന് നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ 6 hours മതി. അല്ലെങ്കിൽ 8 hours വേണമെന്ന് തോന്നിയാൽ 8 hours എടുക്കാം. എന്നിട്ട് നമ്മൾ ടൈം സ്പ്ലിറ്റ് ചെയ്യണം. ഇപ്പോൾ ചിലപ്പോൾ ഞാനൊരു ഏർലി ബേർഡ് ആയിരിക്കും, അല്ലെങ്കിൽ ഞാനൊരു നൈറ്റ് ഔൾ ആയിരിക്കും. ജസ്റ്റ് ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഞാൻ മോർണിംഗിൽ എനിക്ക് ഭയങ്കര മോട്ടിവേറ്റഡ് ആണ്, അപ്പം ഞാൻ ആ ടൈമിൽ കൂടുതൽ നേരം ഇരുന്ന് പഠിക്കും എന്ന് നമ്മൾക്ക് ഒരു സെൽഫ് അസസ്മെൻ്റ് ഉണ്ടാവില്ലേ? ആ ഒരു ടൈം ആയിരിക്കണം നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഞാൻ 5 to 8 നല്ല സൂപ്പറായിട്ട് പഠിക്കും. ഓക്കെ, ദെൻ ചൂസ് ദ ടൈം. പിന്നെ നിങ്ങൾക്ക് ഇപ്പോൾ ഉച്ചയ്ക്ക് കിടന്നുറങ്ങുന്ന ഒരു ടൈം ഉണ്ടാവും. ആ ഒരു ടൈം നിങ്ങൾ അതൊരു ഹാഫ് ആൻ അവർ ആക്കി ഒന്ന് വെട്ടി ചുരുക്കിയിട്ട് ഒരു 2 to 4 നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വർക്കൗട്ട് ചെയ്യാം. അത് ഒരു ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റിയാണ്, ബെസ്റ്റ് ടൈമാണ്. ഈ കുറേ നേരം ഉച്ചയ്ക്ക് കിടന്നുറങ്ങണം എന്ന് ഞാൻ പറയില്ല. ഒരു 15 അല്ലെങ്കിൽ ഒരു 20 minutes, ആ അത്ര മിനിറ്റിൽ നമ്മൾ ഒരു കുഞ്ഞി നാപ്പ് എടുക്കുന്നത് വളരെ നല്ലതാണ്. സോ അതിന് ഞാൻ എഗെയിൻസ്റ്റ് അല്ല. പക്ഷേ ആ ഒരു 15-20 minutesന് ആ ഒരു നാപ്പ് എടുത്തു കഴിഞ്ഞിട്ട് ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി വെരി ഹെൽപ്ഫുൾ ആൻഡ് ഇറ്റ് വിൽ ബി വെരി ഗുഡ് ഫോർ യുവർ ബ്രെയിൻ. നമുക്ക് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫാസ്റ്റർ ആവും. നമുക്ക് ആ ടേംസ് എല്ലാം നമ്മുടെ മൈൻഡിൽ നിൽക്കും. ആ പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ ആൻസർ മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ കുറേ ഗുണങ്ങളുണ്ട്. ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേട്ടോ. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒരു ക്രൂഷ്യൽ റോൾ ആക്ട് ചെയ്യുന്നുണ്ട്. സോ പ്ലീസ് ഗീവ് ഇമ്പോർട്ടൻസ് ടു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ. എത്ര ടൈം നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വർക്കൗട്ട് ചെയ്യുന്നു അത്രയും നിങ്ങൾ അത്ര നോളജബിൾ പേഴ്സൺ ആവും. കാരണം നമുക്ക് ആ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ നമുക്ക് ആ ആൻസർ ലോക്ക് ചെയ്യാം. അതാണ് അതിൻ്റെ ഒരു ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ്. സോ പ്ലീസ് ടേക്ക് ഇറ്റ് ഗ്രാൻഡഡ്. ഓക്കെ, ഓക്കെ, അപ്പോൾ നമ്മൾ ടൈം സെറ്റ് ചെയ്തു. ഇപ്പോൾ എൻ്റെ ടൈം പ്ലാൻ എന്ന് പറഞ്ഞാൽ 5 to 8 AM എൻ്റെ ഒരു ടൈം ഷെഡ്യൂളാണ്. പിന്നെ 2 to 4 അവിടെ ഞാൻ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വർക്കൗട്ട് ചെയ്യുന്ന ടൈമാണ്. പിന്നെ 6 to 8 PM ഈവനിങ് ഷിഫ്റ്റിൽ അവിടെ ഞാൻ പേപ്പർ 2 വർക്കൗട്ട് ചെയ്യും. ദെൻ 10 to 11 അവിടെ ഞാൻ റിവിഷൻ നടത്തും. അണ്ടർസ്റ്റുഡ്? അതാണ് എൻ്റെ ഒരു ടൈം സ്റ്റഡി. എൻ്റെ ഒരു സ്റ്റഡി ടൈം അങ്ങനെ ഒരു സ്റ്റഡി ടൈമാണ്. ഐ തിങ്ക് യു ഗോട്ട് മൈ പോയിന്റ്, റൈറ്റ്? ദ നെക്സ്റ്റ് ടോപ്പിക്കായിട്ടോ ഇല്ലെങ്കിൽ നെക്സ്റ്റ് പേജിലോ നിങ്ങൾക്ക് എഴുതാം ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് എന്ന് പറഞ്ഞ ഒരു ഹെഡിങ് കൊടുത്തിട്ട് ആ പേപ്പർ 2 സ്പ്ലിറ്റ് ചെയ്യണം. ജസ്റ്റ് 3 കോളമായിട്ട് ശരിക്കും ഡിവൈഡ് ചെയ്യണം. പേപ്പർ 1, പേപ്പർ 2. ഓക്കെ, നിങ്ങൾക്ക് പിക്ക് താഴെ കാണുന്നുണ്ടാവും. പേപ്പർ 1, പേപ്പർ 2 ടു ദ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലായിട്ട് നമ്മളുടെ ഇയേഴ്സ്. ഇപ്പോൾ 2020 ഡിസംബറിലൊരു എക്സാം, 2020 ജൂണിലൊരു എക്സാം. അങ്ങനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നെറ്റിൻ്റെ എക്സാം ആണെങ്കിൽ, ഫോർ എക്സാമ്പിൾ നെറ്റിൻ്റെ എക്സാം 2 times ആണ് കണ്ടക്ട് ചെയ്യാറ്. അത് ഡിസംബറിലും ജൂണിലാണ് സാധാരണ കണ്ടക്ട് ചെയ്യാറ്. സോ ആ ഇയേഴ്സ് ഞാൻ ഇങ്ങനെ നോട്ട് ഡൗൺ ചെയ്യും. അത് കഴിഞ്ഞ് ഓരോ പേപ്പറും ഞാൻ ക്ലിയർ ചെയ്യുമ്പോഴും ആ ഒരു പേപ്പർ 1ൻ്റെ താഴെ ഞാൻ അങ്ങോട്ട് ടിക്കിട്ട് വയ്ക്കും. അണ്ടർസ്റ്റുഡ്? സോ അതുപോലെ 2020 ഡിസംബർ, 2020 ജൂൺ, 2019 ഡിസംബർ, 2019 ജൂൺ, അങ്ങനെ ഞാൻ ബാക്കിലോട്ട് പോകും. 2020 എപ്പോഴും നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യുമ്പോൾ ലേറ്റസ്റ്റ് വെച്ചിട്ട് വേണം നമ്മൾ വർക്കൗട്ട് ചെയ്യാൻ. അതാണ് ഏറ്റവും കൂടുതൽ നമുക്ക് എഫക്റ്റീവായിട്ട് വരുന്നത്. കാരണം ഇപ്പോൾ നെറ്റിൻ്റെ എക്സാം ഫോർ എക്സാമ്പിൾ അതെടുക്കുകയാണെങ്കിൽ
എന്താണ് ഫസ്റ്റ് ഇപ്പോൾ അവർ കണ്ടക്ട് ചെയ്യുന്നത് NTA നെറ്റ് എക്സാം ആണ്. NTA ആണ് നെറ്റ് എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. ഒരു 2018 മുന്നേ വരെ NTA അല്ല നെറ്റ് എക്സാം കണ്ടക്ട് ചെയ്തിരുന്നത്. UGC ആണ് നെറ്റ് എക്സാം കണ്ടക്ട് ചെയ്തിരുന്നത്. അപ്പോൾ അവരുടെ എക്സാം പാറ്റേണിന് വ്യത്യാസമുണ്ട്. ബട്ട് ഈവൻ ദോ നമുക്ക് പോർഷൻസ് സെയിം ആയതുകൊണ്ടും സിമിലർ ആയതുകൊണ്ടും നമുക്ക് ഒരു ക്രോസ് ചെക്ക് ചെയ്യാനായിട്ട് ആ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വർക്കൗട്ട് ചെയ്യാം എന്നൊരു ഓപ്ഷൻ ഉണ്ട്. മനസ്സിലായോ? സോ ഫസ്റ്റ് വൺ വിഷൻ ബോർഡ്. അതിൻ്റെ ഉള്ളിൽ നമ്മളുടെ വിഷൻ, ഗോൾ, എയിം, സ്ട്രാറ്റജി. ദ നെക്സ്റ്റ് വൺ 60 days to go എന്ന് പറഞ്ഞ ഹെഡിങ്ങിൽ നമ്മൾ 2 month അതിങ്ങനെ ക്രോസ് ചെയ്ത് പോകണം ഓരോ ദിവസവും. ഇത് എല്ലാം നിങ്ങൾ ചെയ്യുമ്പോൾ ബി ജെനുവിൻ. നിങ്ങൾ സത്യസന്ധതയോടുകൂടി വേണം ഇത് ചെയ്യാൻ. അതുകൊണ്ടാണ് ഞാൻ സത്യസന്ധതയ്ക്ക് അത്ര ഇമ്പോർട്ടൻസ് ഉണ്ട്. കാരണം ഇത് നമ്മളുടെ സെൽഫ് അസസ്മെൻ്റ് ആണ്. വേറെ ആരെയും ബോധിപ്പിക്കാനോ വേറെ ഒന്നിനും വേണ്ടിയിട്ടല്ല. നമ്മളുടെ ഒരു അസസ്മെൻറ്റിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ 3 പേപ്പർ ക്രിയേറ്റ് ചെയ്തത്. സോ ബി ജെനുവിൻ. അതുപോലെ തന്നെ ഈ സ്റ്റഡി ടൈം ട്രാക്കർ ഞാനിപ്പോൾ പറഞ്ഞില്ലേ ക്രിയേറ്റ് ചെയ്ത ഈ ബോക്സ്, ആ ബോക്സും നിങ്ങൾ നല്ല കറക്റ്റായിട്ട് ബി ജെനുവിൻ ആയിട്ട് വേണം നിങ്ങൾ ആ ബോക്സിൽ ടിക്കിടാൻ. സോറി, ഞാൻ ഒരു കാര്യം പറയാൻ വിട്ടുപോയത്. ഈ സ്റ്റഡി ടൈം ട്രാക്കറിന് ഒരു ഹെഡിങ് കൊടുത്തിട്ട് നമ്മളുടെ ആ ഒരു ടൈം ഷെഡ്യൂള് ഞാനിപ്പോൾ ഈ ബോക്സിൽ കാണിച്ചേക്കുന്ന പോലെ ആ ഒരു ടൈം ഷെഡ്യൂള് എഴുതി വയ്ക്കുക. ഓരോ ദിവസത്തിനും ഓരോ കോളം ഞാൻ സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്. സോ അതുപോലെ നിങ്ങൾ ഇങ്ങനെ ജസ്റ്റ് ഓരോ കോളമായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് ഓരോ ടൈമിലും ഇപ്പം ഞാൻ ഇന്നത്തെ ഡേറ്റ് എന്ന് പറയുന്നത് 6th May. ഈ 6th Mayയിൽ ഞാൻ രാവിലെ 5 മണി തുടങ്ങി 8 മണി വരെ പഠിച്ചു. ഓക്കെ, പഠിച്ചെങ്കിൽ അവിടെ ഒരു ടിക്ക്. മനസ്സിലായോ? ദാറ്റ്സ് ഇറ്റ്. അത് കഴിഞ്ഞ് പിന്നെ ക്വസ്റ്റ്യൻ പേപ്പർ വർക്കോ. ദാറ്റ്സ് ഇറ്റ്. സോ ഇതാണ് എൻ്റെ ഒരു എക്സാമിനോടുള്ള എൻ്റെ അപ്രോച്ച്. എല്ലാവർക്കും ഡിഫറെൻ്റ് ആയിരിക്കണം. ഇത് തന്നെ ഞാൻ ഫോളോ ചെയ്യണമെന്ന് പറയില്ല. ബട്ട് ഇഫ് യു ആർ ഫോളോയിങ് ദിസ് ഇറ്റ് വിൽ ബി ബെറ്റർ. സോ ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു.